നമസ്കാരം. പ്രേംസ് അസ്ട്രോ ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് പ്രേംചന്ദ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുലയുള്ള കാലത്ത്, മരണശേഷം പുലയുള്ള കാലത്ത് വീട്ടിൽ വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് ശരിയാണോ എന്നതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോ മരണശേഷം ഉടൻ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആ ശവശരീരത്തിന് അരികിൽ വിളക്ക് കത്തിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ മരണാനന്തര കർമ്മങ്ങളിലെല്ലാം തന്നെ നമ്മൾ വിളക്ക് കത്തിച്ച് വയ്ക്കുകയും ചെയ്യും. അപ്പോ അന്ന് വരെ ഹിന്ദു ആചാരപ്രകാരമുള്ള വീടുകളിൽ, ചില വീടുകളിൽ വിളക്ക് കത്തിക്കാത്ത വീടുകളും ധാരാളമുണ്ട്. നിരീശ്വരവാദം പറയുന്ന വീടുകളുമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും, ഏത് വീട്ടിലായിരുന്നാലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നാട്ടുകാരെങ്കിലും വന്ന് ആ ശവശരീരത്തിന് അരികിൽ വിളക്ക് വച്ച് കത്തിക്കുക പതിവാണ്. ആ സമയത്ത് നമ്മൾ എത്ര ആ നിരീശ്വരവാദങ്ങളും മറ്റുമൊക്കെ പറഞ്ഞാലും നാട്ടുകാർ അതൊന്നും സമ്മതിക്കത്തില്ല. ഹിന്ദു ആചാരപ്രകാരമാണ്, ഹിന്ദുക്കളുടെ വീടാണ് എങ്കിൽ അത് സംഘടനകളോ നാട്ടുകാരോ ഒക്കെ വന്ന് ആ മൃതശരീരത്തിനരികിൽ വിളക്ക് കത്തിച്ച് വയ്ക്കുക പതിവാണ്. ഇതെല്ലാം നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വയ്ക്കാം എന്ന് പല പ്രമാണങ്ങളും ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ അതില് ഒരു പ്രമാണം ഞാനിവിടെ വായിക്കാം. മുദകസ്ഥാനമാലിപ്യ ദക്ഷിണാഭിമുഖം തഥാ ദ്വാദശഹക പര്യന്തം ദീപം കുര്യാ ദഹർനിശം എന്നാണ് ഈ പ്രമാണം പറയുന്നത്. അതായത് അതിനർത്ഥം, മരിച്ചയാൾ കിടന്ന സ്ഥലം ശുദ്ധമാക്കി തെക്കോട്ട് അഭിമുഖമായി ഒരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കണം. കൂടാതെ 12 ദിവസം രാവും പകലും കെടാതെ സൂക്ഷിക്കണമെന്നും ഈ പ്രമാണത്തിൽ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പുലയുള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളെയാണല്ലോ പുലയുള്ള കാലം എന്ന് പറയുന്നത്. 10 ദിവസമാണ് പുലയുള്ള കാലം ആയി ആചരിക്കുന്നത്. അത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഈ പുല എത്ര ദിവസം ആചരിക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ ദയവായി കഴിഞ്ഞ എപ്പിസോഡുകൾ കാണുക. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് ആചരിക്കേണ്ടതെന്ന സംശയ നിവാരണമാണ് നമ്മൾ പല വിവിധ എപ്പിസോഡുകളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരെല്ലാം മുൻ എപ്പിസോഡുകൾ കാണുക. ആ മുൻ എപ്പിസോഡുകൾ കണ്ടാൽ മാത്രമേ ഈ എപ്പിസോഡിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് കൂടുതലായി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാണാൻ ശ്രമിക്കണം. അപ്പോൾ പുലയുള്ള കാലത്തോ മരണം സംഭവിച്ചു കഴിഞ്ഞ സമയത്തോ ഒക്കെ നമുക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് മറ്റു ദോഷങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നത് തന്നെയാണ്. മാത്രവുമല്ല, ഒരു ശുഭകാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കെല്ലാം നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ് വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് ഒരു പ്രകാശം പരത്തുക. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിലൊരു സംശയം വരാതിരിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ പ്രമാണമടക്കം ഞാൻ ഉദ്ധരിച്ചത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ദയവായി എല്ലാവരും സഹകരിക്കുക. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം, മരിച്ച ദിവസം മുതലാണോ പുല കണക്കാക്കുന്നത്, അതോ ബലി ദിവസം മുതലാണോ
തുല കണക്കാക്കുന്നത് എന്നാണ്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.